ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു എക്സാം പ്രിപ്പറേഷൻ വ്ളോഗാണ്. അപ്പോൾ ഈ വീഡിയോയിൽ 2 ദിവസത്തെ വ്ളോഗുണ്ട്. ബട്ട് 1 ഡേ ആണ് മെയിൻലി ആയിട്ടുള്ളത്. മറ്റേത് ജസ്റ്റ് ഒരു ക്ലിപ്സ് ആഡ് ചെയ്യാന്ന് വെച്ചിട്ട് ആഡ് ചെയ്തതാണ്. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ വീഡിയോ ഇടുന്നത് ആൻഡ് സോറി ഫോർ ദാറ്റ്. അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് കമൻറ്റും മറക്കണ്ട. ഇനി എങ്ങനത്തെ വീഡിയോ എന്ന് വെച്ചാൽ അത് കമൻറ്റ്. ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് ഇപ്പോൾ അടുത്ത് നമുക്ക് ലീവ് കിട്ടിയൊരു ഫ്രൈഡേ ഉണ്ടായിരുന്നു. അറൗണ്ട് പറയുകയാണെങ്കിൽ August 7th. അന്ന് കുറച്ച് പ്രൊട്ടക്റ്റീവ് ആണെന്ന് വെച്ചാൽ ബിക്കോസ് ലാസ്റ്റ് ഫ്രൈഡേ ആയിരുന്നു, എക്സാമിന് മുമ്പുള്ള ലാസ്റ്റ് ഫ്രൈഡേ. അതിനൊപ്പം ഒരു ലീവും കൂടി കിട്ടി. അപ്പോൾ അങ്ങനെ ഇങ്ങൊന്ന് പഠിച്ച് അന്ന് ഞാൻ വിചാരിച്ചു സോഷ്യൽ പഠിക്കാമെന്ന്. ബിക്കോസ് സോഷ്യലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പഠിച്ച് തീർക്കാൻ ബാക്കിയുള്ളത്. ബാക്കിയെല്ലാം പഠിച്ച് തീർക്കാൻ ബാക്കിയുണ്ട്. ബട്ട് എങ്ങനെ നോക്കിയാലും എക്സാമിൻ്റെ തലേന്ന് തീരൂല എന്നൊക്കെ ഷുവർ ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് സോഷ്യൽ. അതുകൊണ്ട് ഞാൻ വെച്ച് സോഷ്യൽ പഠിക്കാമെന്ന്. ആൻഡ് പുറത്തെല്ലാം നോക്കുമ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ ഞാൻ വെച്ച് പുറത്തിരുന്ന് ബാൽക്കണിയിലിരുന്ന് പഠിക്കാമെന്ന്. അപ്പോൾ നേരെ നമ്മൾ ബുക്കൊക്കെ എടുത്ത് റെഡിയായി ബാൽക്കണിയിൽ പോയിട്ടിരുന്നു. പഠിച്ചെന്നല്ല, ക്ലാസ് കണ്ടു, അതാണ് സത്യം. ക്ലാസ് കണ്ട് അത് കഴിഞ്ഞിട്ട് പഠിക്കാമെന്ന് വെച്ചു. പക്ഷേ ക്ലാസ് തന്നെ ഉണ്ടായിരുന്നു 2.5 മണിക്കൂറോ 3 മണിക്കൂറോ. ഞാൻ ചെയ്യുന്ന ഒരു ടിപ്പ് പറഞ്ഞുതരാം. ഇപ്പോൾ എന്തായാലും എക്സാമിൻ്റെ ടൈമാണ്. ഇപ്പം ഇനി എന്തായാലും യൂസ് ആവില്ല. ഇനി അടുത്ത എക്സാമിലേക്ക് നിങ്ങൾ യൂസ് ആക്കാൻ പറ്റുമോ നോക്കുള്ളൂ. അപ്പോൾ എന്താ ഈ ടിപ്പ് എന്ന് വെച്ചാൽ, നിങ്ങളൊരു കിലോ പേപ്പറോ അല്ലെങ്കിൽ ഒരു പേപ്പർ എടുക്കുക. എന്നിട്ട് നമ്മൾ ടോപ്പിക് ഉണ്ടാവില്ല, മെയിനായിട്ടുള്ള ഹെഡിങ്, അതെല്ലാം ഇങ്ങനെ എഴുതി വെക്കുക. എന്ന് വെച്ചാൽ ഓരോ പാഠത്തിലും എത്ര ടോപ്പിക് ഉണ്ട്. ടോട്ടലി ഞാനിങ്ങനെ കൂട്ടി നോക്കുമ്പോൾ ഏതെല്ലോ ചാപ്റ്ററിൽ സോഷ്യലിൻ്റെ ജോഗ്രഫിയിൽ 25-26 ടോപ്പിക്കലാണ്. അപ്പോൾ നമ്മൾ ഓരോ ടോപ്പിക്ക് പഠിക്കുന്നതിന് നമ്മളിപ്പോൾ കാശ്മീർ ഹിമാലയ എന്നൊരു ടോപ്പിക് ഉണ്ടല്ലോ. അങ്ങനെ കാശ്മീർ ഹിമാലയ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യുക. അങ്ങനെ ഓരോന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത് നമുക്കിനൊരു മോട്ടീവാണ്. എന്ന് വെച്ചാൽ നമുക്കിത് പഠിച്ച് തീർത്ത് ഇനി ഇത്രയേ ഉള്ളൂ, ഇനി അത്രയേ ഉള്ളൂ എന്നൊരു ഇത് നമ്മളെ മൈൻഡിലേക്ക് കോൺസെപ്റ്റ് കൊണ്ടുവരുമ്പോൾ കറക്റ്റ്ലി നമുക്ക് പിന്നെയും പഠിക്കാനൊരു മോട്ടിവേറ്റാണ്. അങ്ങനെ നമ്മൾ സ്വയം നമ്മൾ തന്നെ മോട്ടിവേറ്റ് ആകുമ്പോഴാണ് നമുക്ക് പിന്നെ പഠിച്ചെടുക്കാൻ തോന്നുന്നത്. അല്ലാതെ ഇപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെയൊന്നും ചെയ്യാണ്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പഠിച്ചു പോകുന്നതാണെങ്കിൽ ഓരോ ടോപ്പിക്ക് കഴിഞ്ഞ് അയ്യോ ഇനി ഇത്രയും ടോപ്പിക്കില്ലേ, ആ ഒറ്റ ടോപ്പിക്കല്ലേ തീർന്നിട്ടുള്ളൂ, അങ്ങനെ ഒരു തോട്ട് വരും. ബട്ട് ഇങ്ങനെ നമ്മൾ ഓരോ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് വരും. അടുത്ത പെട്ടെന്ന് പഠിച്ച് അടുത്ത് സ്ട്രൈക്ക് ചെയ്യുക. എനിക്ക് നല്ല രീതിക്ക് വർക്കായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യിക്കാൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും എന്തായാലും കമൻറ്റ് ചെയ്യുക ഈ ടിപ്പ്. അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ എക്സാമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഓണം വെക്കേഷനാണ്. അപ്പോൾ ഓണം വെക്കേഷനിൽ എങ്ങനത്തെ വീഡിയോസ് വേണ്ടതെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യുക. ഞാൻ ഭയങ്കര കൺഫ്യൂസ് അടിച്ചിരിക്കുകയാണ്. ഞാൻ എക്സാം ടൈമിൽ കുറേ വീഡിയോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എക്സാമിന് പഠിക്കുന്നത്, എക്സാമിൻ്റെ പ്രിപ്പറേഷൻ, പിന്നെ അങ്ങനെ കുറേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സാമിൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വരെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് എന്താ പറയുക, ഓരോ എക്സാം കഴിയുന്നേരം മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ 9th അത്ര സിമ്പിളല്ല, വിചാരിക്കുന്ന പോലെ പഠിക്കാനൊന്നും പറ്റൂല. പിന്നെ എക്സാമിൻ്റെ തലേന്ന് സ്ട്രെസ്സ് വെച്ചാൽ അങ്ങേയറ്റ സ്ട്രെസ്സാണ്. വിചാരിച്ച പോലെ ഒന്നും തീർക്കാൻ പറ്റില്ല. പിന്നെ ആദ്യം ലാംഗ്വേജിൽ എന്നാലും കുഴപ്പമില്ല. പിന്നെ ഫിസിക്സ് പിന്നെ മാത്സൊക്കെ വന്നപ്പോഴത്തേക്ക് പിന്നെ ഒന്നും പറയാനില്ല. അങ്ങനെ നമ്മൾ എക്സാം അങ്ങ് കഴിഞ്ഞ് ഒരാഴ്ച കൊണ്ട് ചെടപടേന്ന് പറഞ്ഞങ്ങ് പോയി എല്ലാം. അപ്പോൾ ഇനി വെക്കേഷൻ അങ്ങനത്തെ വീഡിയോസ് വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങളെ കമൻസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് എന്തൊക്കെ വീഡിയോസാണ്. എന്താ ക്രാഫ്റ്റ് വേണോ, ജേണൽ വേണോ, അല്ലെങ്കിൽ റൂട്ടീൻസ് വേണോ, പ്രൊഡക്ടിവിറ്റി വേണം, എന്താണെന്നൊക്കെ അറിയില്ല. എന്തായാലും ഇപ്പോൾ സ്റ്റഡി വ്ളോഗാണ് എല്ലാവർക്കും വേണ്ടിയെന്ന്. പക്ഷേ സ്റ്റഡി വ്ളോഗ് എന്തായാലും ഈ വെക്കേഷന് പറ്റില്ല. അപ്പോൾ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാം. വെക്കേഷനൊക്കെ എങ്ങനെ പോകുന്നത് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വെക്കേഷൻ എങ്ങനത്തെ വീഡിയോസ് വേണ്ടതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എക്സാം ടൈമിൽ ഞാൻ ഒരു പോളോ എന്തോ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടതെന്നിട്ട്. അപ്പോൾ അതിൽ കുറേ വന്നിട്ടുണ്ടായിരുന്നത് എക്സാം സ്റ്റഡി വ്ളോഗ് അങ്ങനത്തെ ഓരോന്നായിരുന്നു. ബട്ട് സത്യമായിട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ചെയ്യാമെന്ന്. പക്ഷേ എങ്കിൽ വിചാരിച്ച പോലെ പറ്റിയേയില്ല. ഞാൻ വിചാരിച്ചെങ്ങനെയാണെന്ന് വെച്ചാൽ എക്സാം ടൈമിന് മുന്നേ എക്സാമിന് വേണ്ട ഭാഗങ്ങൾ അത്യാവശ്യം ഫുള്ളൊന്നുമല്ല, ഒരു ആവറേജ് ഭാഗങ്ങളെല്ലാം ഒന്ന് കവർ ചെയ്യാമെന്നായിരുന്നു. ബട്ട് എന്നെക്കൊണ്ട് പറ്റിയതേ ഇല്ല. ലാസ്റ്റ് ഈ വീക്ക് എന്ന് വെച്ചാൽ എക്സാമിന് തൊട്ട് മുന്നത്തെ ആ വീക്ക് എന്താണ് സംഭവിച്ചത് എനിക്കെന്നറിയില്ല. സുഖമില്ലാണ്ടായി ഇതെല്ലോ ആയി. അപ്പോൾ അതുകൊണ്ട് തീരെ പറ്റിയില്ല പഠിച്ചെടുക്കാനൊന്നും. പിന്നെ അതിൻ്റെ ഒപ്പം എക്സാമും കൂടി വന്നപ്പോഴത്തേക്കും പറയാനേ ഇല്ല. പിന്നെ ഒന്നും പറ്റിയില്ല, വിചാരിച്ച വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഈ വീഡിയോ ഇപ്പോൾ ഞാൻ ഈ പ്ലേ ചെയ്യുന്ന ഈ വീഡിയോ ഞാൻ പ്ലാൻ ചെയ്തത് നമ്മുടെ എക്സാമിന് ഇടയ്ക്കൊരു സാറ്റർഡേ സൺഡേ ഉണ്ടല്ലോ, അന്ന് പ്ലാൻ ചെയ്തായിരുന്നു അപ്ലോഡ് ചെയ്യാൻ. അത് ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റിലൊരു പോസ്റ്റ് ഇട്ടായിരുന്നു.
ന്യൂ ലോങ് വീഡിയോ കമ്മിങ് സൂൺ എന്നിട്ട് സത്യമായിട്ട് ഞാൻ അന്ന് ചെയ്യാൻ വെച്ചായിരുന്നു, പക്ഷേങ്കിൽ പറ്റിയില്ല. ആൻഡ് നെക്സ്റ്റ് തിങ് ഈസ്, അപ്പോൾ നമ്മൾക്ക് എങ്ങനെയെങ്കിലും ഈ വെക്കേഷനെങ്കിലും നല്ലൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് നല്ലൊരു രീതിക്ക് പോകണമെന്നുണ്ട്. സോ എങ്ങനത്തെ വീഡിയോ വേണ്ടതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. ഡേ ഇൻ മൈ ലൈഫ് ആണ്. ഡേ ഇൻ മൈ ലൈഫ് ഇനിയിപ്പോൾ ഞാൻ അടുത്ത് വിചാരിക്കുന്നത് റീസെറ്റിംഗ് മൈ ലൈഫ് ആഫ്റ്റർ എക്സാംസ് ആയിട്ടൊരു സാധനമാണ്. എന്ന് വെച്ചാൽ അത് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് പോളിട്ടപ്പോൾ കുറച്ച് ആൾക്കാർ അതിനായിരുന്നു പോൾ ചെയ്തത്. അപ്പോൾ ഇപ്പോഴും ആ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ആ പോളുണ്ട്. സോ എല്ലാവരും പോയിട്ട് വോട്ട് ചെയ്യുക ഏതാ വേണ്ടതെന്ന് വെച്ചാൽ. ഞാൻ അത് നോക്കിയിട്ടാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടതെന്ന് വെച്ചാൽ. ആൻഡ് എനിക്ക് വേറൊരു കാര്യം പറയുന്നത്, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ട ഇഷ്ടപ്പെട്ട വീഡിയോസ് എന്തായാലും ട്രൈ ചെയ്യുന്നതാണ്. ഞാൻ അത്രക്കും ട്രൈ ചെയ്യുന്നുണ്ട്. എനിക്ക് അത്ര പ്ലാൻ ചെയ്താൽ പറ്റുന്നില്ല, ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് എൻ്റെ ബെസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. സോ സബ്സ്ക്രൈബ് പ്ലീസ്. നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോ എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക, ഞാൻ എന്തായാലും ഷുവറായിട്ട് ട്രൈ ചെയ്യാം. ഹോപ്പിറ്റ് പെട്ടെന്ന് തന്നെ ഒരു 200 സബ്സ്ക്രൈബേഴ്സ് ആവട്ടെ. ഇപ്പം നമ്മൾ ഉള്ളത് കറൻ്റ്ലി 166 അപ്പോൾ എങ്ങനെയും പ്ലീസ് സബ്സ്ക്രൈബ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെ നമ്മൾ സിറ്റ് ഔട്ടിലിരുന്ന് പഠിക്കാനെല്ലാം വിചാരിച്ച് ഒരു 2.5 മണിക്കൂർ 3 മണിക്കൂറോളം ക്ലാസ് കണ്ടിട്ട് തന്നെ ആ പഠിത്തതായി. പിന്നെ പഠിക്കാനൊന്നും മൂടുണ്ടായത്. പിന്നെ രാത്രി ഇരുന്ന് ബാക്കി ക്ലാസ് കണ്ട്, ബാക്കി ഞാൻ അത്രയും നേരം കണ്ടത് എജ്യൂപോഡ് ഉണ്ടായിരുന്നു. പിന്നെ രാത്രി കണ്ടത് സൈലത്തിൻ്റെയും. കണ്ടു തീർക്കാത്ത ഭാഗമെല്ലാം കണ്ടു തീർത്ത്, മനസ്സിലാകാത്ത ഭാഗമെല്ലാം ഞാൻ പിന്നെ ക്ലാസ് വെച്ച് കാണലാണ് എൻ്റെ പരിപാടി. നെക്സ്റ്റ് ഡേ എന്ന് പറയുന്നത് ഒരു ഹോളിഡേ ആയിരുന്നു. ബട്ട് നമുക്കൊരു സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു. സോ രാവിലെ തന്നെ എങ്ങനെയല്ലോ എഴുന്നേറ്റ്, ഹോളിഡേയിൽ രാവിലെ എഴുന്നേറ്റ് പറഞ്ഞാൽ അതുക്കും വലിയൊരു പണി വേറെ ഇല്ല. എങ്ങനെയല്ലോ രാവിലെ തന്നെ എഴുന്നേറ്റ്, പിന്നെ രാവിലെ ഒന്നും ഫുഡ് പോവുകയില്ല വയറ്റിലോട്ട്. എന്ന് വെച്ചാൽ നമുക്ക് തിന്നാൻ വേണ്ടി വരില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ബ്രെഡായിരുന്നു ഉണ്ടായിരുന്നു രാവിലെ തന്നെ. പിന്നെ കുറച്ച് അമ്പലത്തിൽ പോകാനായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോ അമ്പലത്തിലായിട്ട് ഇങ്ങനെ പോയി അതാണ് നല്ല മഴ കഴിഞ്ഞിട്ടുള്ളൊരു ടൈമായിരുന്നു. നല്ല വെതറും ആയിരുന്നു. നല്ല റോഡിലൊക്കെ നിറയെ ഫീലായിരുന്നു. നല്ല ഒരു തണുത്തൊരു കഴപ്പം തന്നെ കാണുന്നുണ്ട്. നല്ലൊരു വെള്ള ലൈറ്റിൽ അതുപോലത്തെ ഒരു റോഡും നല്ലൊരു ഹെവി റെയിൻ ആയിട്ടുള്ള വെതറുമായിട്ട് അടിപൊളിയായിരുന്നു. സോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുറേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വീഡിയോയിൽ ആഡ് ചെയ്യാനും വേറെ കുറേ വീഡിയോസ്, ബട്ട് ഒന്നും നടന്നില്ല. ഇനി നമ്മളെ വെക്കേഷൻ വീഡിയോ സബ്സ്ക്രൈബ് ആക്കണ്ടേ. താങ്ക്സ് ഫോർ വാച്ചിങ്.